കരുളിയ കരുതൽ നിരച്ചിടുമ്പോൾ നടത്തിയ വഴികളിലോ കരുളിയ കരുതൽ നിരച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവു പോരായേ ോളം ഞാൻ പാടി സ്തുതിക്കും സ്തുതിക്കുവാനായിരം നാവു പോരായേ ഞാൻ പാടി സ്തുതിക്കും. പുറപ്പാട് 33-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആകയാൽ എന്നോട് കൃപ ഉണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ് ദൈവത്തിന്റെ വഴി അറിയിക്കണമേ എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ആയിരുന്നപ്പോൾ ഈ വർഷം ദൈവത്തോട് ചോദിക്ക വേണ്ടിയ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. 2, നമ്മൾ നോക്കിയത് കർത്താവേ നിനക്ക് എന്നോട് കൃപ ഉണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഞാൻ അറിയണം, ദൈവത്തെ നാം കൂടുതൽ അറിയണം. 33-ാം അധ്യായം അതിന്റെ 18 മുതൽ നമുക്ക് വായിക്കാം. എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവേ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ദൈവത്തിന്റെ തേജസ് 40 ദിവസം രാവും പകലും ആയിരുന്ന മോശെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് കർത്താവ് ഇവിടെ കർത്താവ് എന്താണ് പറഞ്ഞത്? ശ്രദ്ധിക്കേൾക്കണം. ഞാൻ നിന്റെ മഹിമ ഒക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കർത്താവെ അങ്ങനെ തേജസ് എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം, എന്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. ഇത് വായിക്കാം. എന്നാണ് കർത്താവ് പറഞ്ഞത്? നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. കർത്താവ് ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്താണ് പറഞ്ഞത്? അതിനൊരു പോക്ക് വഴി കർത്താവ് തന്നെ പറഞ്ഞു. എന്താണ്? വായിച്ചോ. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എവിടെയാണ് ഈ പാറൻ പറഞ്ഞതാണ്? ബൈബിളിൽ പ്രത്യേകിച്ച് പാറ ആരാണ്? യേശുവാണ്, ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് പാറമേൽ നിൽക്ക്. അപ്പോൾ ഞാനിത് ചെയ്യും, ഞാൻ എന്റെ തേജസ് കടന്നു പോകുമ്പോൾ എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി, ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. കർത്താവ് പറയുന്നതാണ്, എനിക്ക് ഒരു സ്ഥലമുണ്ട്, ആ പാറയുടെ പിളർപ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ തേജസ് ഞാൻ നിന്റെ മുൻപായി കടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്റെ കൈ കൊണ്ട് നിന്റെ കണ്ണ് മറയ്ക്കും. പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതില്ല എന്ന് യഹോവ അരുളി ചെയ്തു. മോശയുടെ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവേ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു കൊടുക്കണം. കർത്താവ് തേജസ് കാണിച്ചു കൊടുത്തോ?
ദൈവത്തിന്റെ തേജസ് കർത്താവ് ചെയ്ത് കാണിച്ചു കൊടുത്ത്. എന്നാൽ വചനം ഒരു മനുഷ്യനും ദൈവത്തിന്റെ മുഖം കണ്ട് ജീവനോട് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ കൈവച്ച് മുഖം മറിച്ചു. മോശ എന്ത് കണ്ട്? ദൈവത്തിന്റെ പിൻഭാഗം കണ്ട്. പിൻഭാഗം ദൈവത്തിന്റെ തേജസ് അവൻ കണ്ട്. കർത്താവ് ഭൂമിയിൽ മോശയെ അടക്കം ചെയ്ത്. എന്നാൽ വചനം പറഞ്ഞ് പിശാസ് പോലും അവനെ എവിടെയാണ് അടക്കം ചെയ്തെന്ന് അറിയുന്നില്ല. ഈ ഭൂമിയിൽ തന്നെ കർത്താവ് ചെയ്ത് മോശയെ അടക്കി. മോശ ഇത്രയും അധികമായി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച വ്യക്തി കർത്താവെ അങ്ങയുടെ തേജസ് എനിക്ക് കാണിക്കണമേ, ഞാൻ ഇന്നും അധികമായി എന്നെ അറിയണം എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നാനും അധികമായി പ്രാർത്ഥിക്കണം. ഒவ்வொரு നാൾ കർത്താവെ അങ്ങയെക്കുറിച്ചാണ് ഇന്നും അധികമായി അറിയണം, ഞാൻ ഇന്നും അധികമായി അങ്ങയെക്കുറിച്ച് അറിയണം, ദൈവം എനിക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തോടെ ദൈവം നമ്മോട് സംസാരിക്കും, അവൻ നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കും. എഫേസ്യർ 1 അതിന്റെ 17 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ആരെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തറയേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അർത്ഥം, നാം ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും എവിടെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം. ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചാലേ നമുക്ക് ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയും. നാം ദൈവത്തെ ഇന്നും അധികമായി അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് കർത്താവേ, ഇപ്പോൾ അറിയിക്കണ എനിക്ക് ജ്ഞാനം പോരാ, ദൈവമേ എനിക്ക് ജ്ഞാനം പകരണമേ, പരിജ്ഞാനം പകരണമേ. അങ്ങയുടെ തിരുവചനത്തിന്റെ ആഴങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ നിനക്ക് പരിജ്ഞാനം ആവശ്യമാണ്. എന്നാൽ വചനത്തിൽ സത്യങ്ങൾ വെളിപ്പാടും നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മ എന്ത് തരണം? നമുക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പാട് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ അധികമായി അറിയാൻ കഴിയും. നമുക്ക് ഒരു വാക്യം വായിക്കാം. കൊലോസ്യർ 1:10 വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലോ വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു പറയണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അത് മാത്രമല്ല, സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു പറയണം. അപ്പൊ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നാം ചോദിക്കേണ്ട ഒരു കർത്താവേ, എനിക്ക് അങ്ങയുടെ ഇഷ്ടം ചെയ്യണമെങ്കിൽ എനിക്ക് സകല ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടിന്റെ ആത്മാവിനും നൽകി ഞാൻ ദൈവത്തെ ഇന്നും അധികമായി അറിയേണ്ടതിന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ദൈവം നമുക്ക് കൊടുക്കാതെ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആത്മാ എന്തിനാണ്? കർത്താവെ അങ്കിൽ അധികമായി അറിയേണ്ടതിന് എനിക്ക് ജ്ഞാനം പകരണമേ, പരിജ്ഞാനം പകരണമേ, വെളിപ്പാടിന്റെ ആത്മാവിനെ ദൈവം എനിക്ക് പകരണമേ. ഞാൻ ഇത് പ്രാപിച്ച് ഞാൻ ദൈവത്തെ ഇന്നും അധികമായി അറിയണം, ഞാൻ ഇന്നും അധികമായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. അതിനായി ദൈവം എന്നെ വിളിച്ചല്ലോ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം പകരും, പരിജ്ഞാനം പകരും. ഇതിനു വേണ്ടിയാണ് ദൈവത്തെ ഇന്നും അധികമായി അറിയുവാൻ ദൈവത്തിന്റെ കൃപകൾ ധാരാളം നിങ്ങൾക്ക് ദൈവം പകരും. പക്ഷെ നമ്മൾ ഇപ്പോഴും ചോദിക്കുക എന്താണ്? എനിക്ക് താമസിക്കാൻ വീടില്ല, ജീവിക്കാൻ സമ്പത്തില്ല,
വസ്ത്രമില്ല. ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഇതാണ്. വചനം ആദ്യം അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പേ. പിന്നെ ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് വന്ന് 2 മണിക്കൂർ അന്വേഷിച്ച് മാത്രം പോരാ. നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തെ അന്വേഷിക്കണം. നിങ്ങൾ കടന്നു പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ആദ്യ പ്രിഫറൻസ് അല്ലെങ്കിൽ ആദ്യ സ്ഥാനം ദൈവത്തിന് നിങ്ങൾ കൊടുത്താൽ ദൈവം നിങ്ങളെ ആവശ്യങ്ങളെല്ലാം ദൈവം കരുതും. പക്ഷെ നമ്മൾ പ്രാർത്ഥന എന്താണ്? ദൈവത്തിന്റെ രാജ്യത്തിനല്ല, എനിക്കെല്ലാം കിട്ടണം. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ മതി, നിങ്ങൾ സഭയ്ക്ക് പോയി എന്ത് കിട്ടി ചോദിച്ചാൽ നമുക്ക് ഒന്നുമില്ല. നിങ്ങൾ പറയണം, സഭയ്ക്ക് പോകുന്നത് കൊണ്ടാണ് ജീവനോട് ഉണ്ടെന്ന് പറയണം. എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്ത് അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ വിളിച്ചെന്ന് പറയണം. ദൈവത്തെ അന്വേഷിക്കുന്നത് പണം കിട്ടാനല്ല. അനേകം അന്വേഷിക്കുന്നത് പണം കിട്ടാനായിട്ട്. ഞാൻ പറയട്ടെ, പണത്തെ കാട്ടിലും ഏറ്റവും വലുത് നിങ്ങളുടെ ആത്മാ നിങ്ങൾ മരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി എത്തുന്നതാണ്. നിങ്ങൾ നരകത്തിൽ കടത്തിവിടാതെ നിങ്ങൾ ദൈവത്തോടു കൂടെ ജീവിക്കുന്നത്, യുഗായുഗമായി നിങ്ങൾ ദൈവത്തോട് ആയിരിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഈ ഭൂമിയിൽ നാം എത്ര ജീവിച്ചാലും ഒരു ദിവസം മരിക്കും. ഇത്ര വലിയ പ്രവാചകം എന്ന് പറഞ്ഞാലും രോഗത്താൽ മരിച്ചവരുണ്ട്. നിങ്ങൾക്കറിയാം, അനേകം സൗഖ്യപ്പെടുത്തിയവർ, പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചവർ, പക്ഷെ അവരുടെ ജീവിതം മരണപ്പെട്ടത് രോഗം വന്ന് മരണപ്പെട്ടു. ஆனால் അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവർ മരിച്ചാൽ അവരുടെ ആത്മ എവിടെ ഉണ്ട്? ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഭൂമിയിൽ നാം ജീവിക്കാണെങ്കിൽ നമ്മൾ ഇത്രയും പടാപാടുപെടുന്നത് നമ്മളപ്പോ അത്രയും പറയണ്ട. ദൈവം നിങ്ങൾ അത്രയും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ആദ്യം നമ്മുടെ രാജ്യവും നീതിയും അന്വേഷിക്കും. നിങ്ങൾ അത് ചെയ്താൽ വചനം പറയുന്നത് നിങ്ങളുടെ സകലതും ലഭിക്കും. ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ സമ്പത്തിന്റെ അന്വേഷിച്ച് ഓടണ്ട, സമ്പത്ത് നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ, ആദ്യ സ്ഥാനം നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവിക സമാധാനം, സന്തോഷം, ദൈവം സകലതും നൽകും. നാം ദൈവത്തെ അന്വേഷിക്കാതെ മറ്റൊരു പുറകെ ഓടിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭിക്കത്തില്ല. നമുക്ക് ഒരു വാക്യം വായിക്കാം. 2 പത്രോസ് 3-18 വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. നാം എങ്ങനെ വളരണോ? നമ്മളുടെ കർത്താവും രക്ഷിതവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. നാം വളരേണ്ടത് എവിടെയാണ്? ദൈവത്തിന്റെ പരിജ്ഞാനത്തിലാണ്. നമ്മുടെ കർത്താവും രക്ഷിതവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. പരിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് മേലെയാണ്. ദൈവത്തെ അറിയുന്ന പരിജ്ഞാനം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയും. വേണ്ടിയവണ്ണം നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. നാം വേണ്ടിയവണ്ണം നാം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് വീടോ എൻ്റെ കുടുംബമല്ല, ദൈവമേ അങ്ങ് അറിവ് പരിജ്ഞാനം ദൈവം എനിക്ക് നൽകണമേ. ആ പരിജ്ഞാനത്തിന് ആഴത്തിൽ ഞാൻ വളർന്ന് ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നിങ്ങൾ ആദ്യം അവരുടെ രാജ്യം നീതി അന്വേഷിപ്പേ, അതിൻ്റെ കൂടെ സകലവും ലഭിക്കും. മോശെ പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ ഇന്നും അധികമായി അങ്ങേ അറിയണം. 2024 നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഇനി എത്ര നാളുകൾ, എത്ര വർഷങ്ങൾ എന്ന് എനിക്കും നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഈ കൊടുക്കപ്പെട്ട ജീവിതം അത് ദൈവത്തിനായി നാം ജീവിക്കുമെങ്കിൽ, നാം മരിച്ചാലും നമ്മൾ കണ്ണടച്ചാലും നമ്മുടെ കണ്ണ് ദൈവസന്നിധി തുറക്കും. അതുകൊണ്ട് നാം ദൈവത്തിനായി ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. എത്ര സമയം നിങ്ങൾ ദൈവത്തോട് സമയം ചെലവഴിക്കാൻ കഴിയുമോ അത്രയ്ക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതം നാൾക്ക് നാൾ വളരും, ബലപ്പെടും. ഈ ലോകത്തിൽ നിങ്ങൾ മറ്റൊരു പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടമാകും. അതുകൊണ്ട് ആദ്യം അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പിൽ, അതിനുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. മോശെ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ നാം അധികമായി പ്രാർത്ഥിക്കണം. നാം ഈ വർഷം പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ അങ്ങേ ഇന്നും അധികമായി അറിയണം. ഞാൻ നാൾക്ക് നാൾ വിശ്വാസത്തിലും ദൈവകൃപയിലും പരിജ്ഞാനത്തിലും ഞാൻ വളരണം. ഞാൻ ദൈവത്തെ കൂടുതൽ അറിയണം. അങ്ങയുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന മകനായി
என்னை பூமியில் வழி நடத்தணும் എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം.